കേരളത്തിലെ പഴവിപണിയിൽ വൈദേശികാധിപത്യം. അമേരിക്ക മുതൽ പാകിസ്ഥാൻ വരെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പഴങ്ങളാണ് കേരള വിപണി കീഴടക്കുന്നത്. റമദാൻ വിപണിയിൽ ഇത്തവണ പ്രിയം വിദേശ പഴങ്ങൾക്കാണ്. ഇത്തവണത്തെ റമദാൻ വിപണിയെ സജീവമാക്കിയത് വിദേശ പഴങ്ങളാണ്. തായ്ലൻഡ്, പാകിസ്ഥാൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും പഴങ്ങളെത്തുന്നത്. സ്വദേശീയ പഴങ്ങളുടെ ലഭ്യതക്കുറവാണ് വിദേശ പഴങ്ങളുടെ കടന്നുകയറ്റത്തിന് കാരണമായത്. തായ്ലാന്റിൽ നിന്നാണ് കൂടുതൽ പഴങ്ങൾ കേരളത്തിലെത്തുന്നത്. തായ്ലാന്റ് പേരക്ക, ലോഗൻ, താങ്കി, റോസാപ്പിൾ, റെഡ് ഗോപ്പ്, മുന്തിരി തുടങ്ങിയവയാണ് വിപണിയിലെ തായ്ലന്റ് ഇനങ്ങൾ. ആപ്പിൾ വിപണിയിലാണ് കൂടുതൽ വിദേശ ഇനങ്ങൾ ഉള്ളത്. അമേരിക്കയിൽ നിന്നെത്തുന്ന ഗ്രീൻ ആപ്പിൾ, ചൈനയിൽ നിന്നുള്ള ഫിജി, ന്യൂസിലാൻഡിൽ നിന്നെത്തുന്ന ഗല, തായ്ലൻഡിന്റെ റോസ് ആപ്പിൾ തുടങ്ങിയവയാണ് ആപ്പിൾ വിപണിയിലെ താരങ്ങൾ. മുന്തിയ ഇനമായ ന്യൂസിലാൻഡിന്റെ ഗാലക്ക് 150 രൂപ മുതലാണ് വില. മുന്തിരി ഇനങ്ങളിൽ ചിലിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും എത്തുന്ന റെഡ് ഗോബാണ് മുഖ്യ ആകർഷണം. ചുവന്നു തുടുത്ത റെഡ് ഗോബിന് ആവശ്യക്കാരേറെയാണ്. ഇതിനു പുറമെ ന്യൂസിലാൻഡിൽ നിന്നുള്ള മുന്തിരി മാർക്കറ്റിൽ ലഭ്യമാണ്. അഫ്ഗാനിൽ നിന്നും ഇറാനിൽ നിന്നും എത്തുന്ന അത്തിപ്പഴങ്ങളാണ് മറ്റൊരു ആകർഷണം. 300 മുതൽ 600 രൂപ വരെയാണ് ഇവയുടെ വില. റമദാനായതിൻ്റെ ശേഷം നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഇമ്പോർട്ടഡ് ഐറ്റങ്ങൾക്കാണ് കൂടുതലും പ്രിയം. ഇമ്പോർട്ടഡ് തായ്ലൻഡിൻ്റെ ഫ്രൂട്ട്സിലാണ് കൂടുതലായിട്ടും തായ്ലൻഡ് ഫ്രൂട്ട്സുകളാണ്. ന്യൂസിലാൻഡിൽ നിന്നുള്ള കിവി, ഈജിപ്തിൽ നിന്നുള്ള സിട്രസ്, ഇറാനിൽ നിന്നും തുർക്കിയിൽ നിന്നും എത്തുന്ന ആഫ്രിക്കോട്ട് തുടങ്ങി കേരളത്തിലെ റമദാൻ മാർക്കറ്റിലെത്തിയ വിദേശ പഴങ്ങൾ നിരവധിയാണ്. റംസാൻ വന്നതിന് ശേഷം പഴങ്ങൾക്കെല്ലാം നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ വിദേശ പഴങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ സാധനങ്ങളിപ്പോൾ ഇന്ത്യൻ സാധനം വളരെ കുറവാണ്. അതുകൊണ്ടാണ് വിദേശ പഴങ്ങളിപ്പോൾ എല്ലാവരും ആശ്രയിക്കുന്നത്. ഈത്തപ്പഴ വിപണിയിൽ വില കുറഞ്ഞതും വില കൂടിയതുമായ വിദേശ ഇനങ്ങൾ ധാരാളമുണ്ട്. സൗദിയിൽ നിന്നെത്തുന്ന അജ്വയാണ് ഇവയിൽ മുന്തിയ ഇനം. 4000 രൂപ വരെയാണ് ഇതിന്റെ വില. ഇറാഖിൽ നിന്നെത്തുന്ന ഫറാദിയാണ് സാധാരണക്കാർക്ക് പ്രിയം. 80 രൂപ മുതലാണ് ഇതിന്റെ വില. വിദേശ പഴങ്ങൾക്കൊപ്പം കാശ്മീർ പഴങ്ങൾക്കും വിപണിയിൽ പ്രധാന സ്ഥാനമുണ്ട്. കാശ്മീർ ആപ്പിൾ, കാശ്മീരി അനാർ, കാശ്മീർ വാൽനട്ട് തുടങ്ങിയവയാണ് അവ. ഇന്ത്യൻ പഴങ്ങളുടെ സീസൺ അല്ലാത്തതാണ് ഇത്തവണത്തെ റമദാനിൽ വിദേശ പഴങ്ങളുടെ കടന്നുവരവിന് കാരണമായത്. അതോടൊപ്പം കേരളത്തിൽ പെയ്ത ശക്തമായ മഴ പഴങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും വില ഉയർത്തുകയും ചെയ്തു. ഇതിനാലൊക്കെ തന്നെ വിദേശ പഴങ്ങൾ വിപണിയിൽ മുഖ്യസ്ഥാനത്തെത്തി. സ്വദേശി പഴങ്ങളുടെ ഒഴിവിലേക്കെത്തിയ വിദേശി പഴങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. ദിസ് വീക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. See you next week. Goodbye.